ഒരു കോമാളിയായ പണക്കാരനെ നാം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ബോച്ചെ എന്ന് വിളിപ്പേരുള്ള ബോബി ചെമ്മണ്ണൂരാണ്. ഇത്രയേറെ പണമുണ്ടായിട്ടും ഇയാൾ എന്തേ ഇങ്ങനെ നടക്കുന്നു എന്ന ചോദ്യത്തിന് ഇപ്പോഴും പലർക്കും വ്യക്തമായ ഒരു മറുപടി ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ആ ചട്ടയും മുണ്ടും വേഷം ബോബി ചെമ്മണ്ണൂരല്ലാതെ മറ്റൊരു പുരുഷനും ധരിച്ചതായി നാം ഇന്നുവരെ കണ്ടിട്ടുമില്ല. ചില ആളുകൾ കളിയായി പറയാറുണ്ട്, പുറത്ത് സദാസമയം ഇങ്ങനെ ചട്ടയും മുണ്ടും ധരിച്ചതിന് ശേഷം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ താനൊരു പണക്കാരനാണല്ലോ എന്ന സമാധാനത്തിന് കോട്ടും സൂട്ടും ടൈയും ഷൂസുമൊക്കെ ധരിച്ചാണ് ബോച്ചെ ഉറങ്ങാറുള്ളതെന്ന്. ഏതായാലും സ്വർണ്ണക്കടക്കാരനായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും ഇന്നുവരെ പരിചയമുള്ള ആരും ചെമ്മണ്ണൂരിലെ സ്വർണം വാങ്ങിയതായി നാം കേട്ടിട്ടുമില്ല. ഏതായാലും ബോച്ചെ എന്ന ഈ ബോബി ചില്ലറക്കാരനല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കഴിഞ്ഞ കുറച്ച് നാളുകളായി, കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ബോബി ചെമ്മണ്ണൂർ കൈവയ്ക്കാത്ത ഒരു ബിസിനസ്സുമില്ല. കള്ള് ഷാപ്പ് മുതൽ റിയൽ എസ്റ്റേറ്റും അതുപോലെ തന്നെ റിസോർട്ടും ഹോട്ടലുകളും അങ്ങനെയെല്ലാം. ഏതായാലും ഇതേ സംബന്ധിച്ചതെല്ലാം ED ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ബോബിയുടെ വിദേശത്തും സ്വദേശത്തുമുള്ള സ്വത്തുവകകളെ കുറിച്ചുള്ള അന്വേഷണം, അതുവഴി കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നാണ് ED ഇപ്പോൾ സംശയിക്കുന്നത്. ഫെമ നിയമം ലംഘിച്ചിരിക്കുന്നു എന്നതിനാൽ EDയുടെ ചോദ്യം ചെയ്യലും ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ ഇദ്ദേഹത്തിന്റെ ഫിജി കാർട്ടും ഇപ്പോൾ സംശയനിഴലിലാണ്. തേയിലപ്പൊടിയുടെ മറവിൽ ആരംഭിച്ച ലോട്ടറി കച്ചവടം അതും ഒരു ദുരൂഹത നിറഞ്ഞതാണ്. അനധികൃതമായിട്ടുള്ള ഈ ലോട്ടറി കച്ചവടം അത് ബോച്ചെ ടീ എന്ന പേരിൽ നടത്തുന്നതിനെതിരെ കേരള ലോട്ടറിയുടെ ഡയറക്ടർ തന്നെ പരാതി നൽകിയിട്ടുള്ളതുമാണ്. കോടികളുടെ കള്ളപ്പണ ഇടപാടുകൾ ബോബി ചെമ്മണ്ണൂർ നടത്തിയിട്ടുണ്ട് എന്നാണ് ED സംശയിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായിട്ടുള്ള ബോബിയുടെ അടുപ്പം അത് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇടപാടുകൾ വിപുലപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. നേരത്തെയും ബോബി ചെമ്മണ്ണൂരിനെ എതിരെ കേസുകൾ ഉള്ളതാണ്. സ്വർണം നിക്ഷേപകരെ കബളിപ്പിച്ചു എന്ന പേരിൽ 2 FIR ആണ് നിലവിലുള്ളത്. കൂടാതെ ഒരിക്കൽ ഒരു യുവതിയെ ഹോട്ടൽ മുറിയിൽ വെച്ച് ബോബി ചെമ്മണ്ണൂർ പീഡിപ്പിച്ചു എന്ന കേസും, ബോബി ആ സ്ത്രീയെ ഉപദ്രവിക്കുന്നതിൻ്റെ ആ ദൃശ്യങ്ങളുമൊക്കെ അന്ന് പുറത്തു വന്നതാണ്. ആ കേസിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും ഇപ്പോഴും അറിയില്ല. EDയുടെ അന്വേഷണത്തിൽ ബോച്ചയുടെ മറ്റു ഇടപാടുകൾ എന്തൊക്കെയെന്നാണ് ഇനി അറിയേണ്ടത്.